ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ റെസിപ്പി എന്താണ്? അതെ, പഴംപൊരിയാണ്. എന്നത് സാധാരണ നമ്മളെ വീടുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ് പഴംപൊരി അല്ലാട്ടാ. ഇതില്ലേ നമ്മൾ തൃശ്ശൂര് ചായക്കടകളിലും ഹോട്ടലിലും കിട്ടുന്ന അതേ രുചിയിലുള്ള പഴംപൊരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പേ എനിക്ക് ഈ ചായക്കടയിലത്തെയും ഹോട്ടലിലത്തെയും ഈ മാവിന്റെ കൂട്ടിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത് സീക്രട്ട് കൂട്ടിന്റെ മാവിന്റെ റെസിപ്പിയാണത്. അപ്പേ ഇത് ഈ പഴംപൊരി ഇങ്ങനെ വീർത്ത് നിൽക്കണം കണ്ടില്ലേ? അപ്പൊ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ഈസ്റ്റും ഒന്നും ചേർക്കണില്ല കേട്ടാ. അപ്പൊ ഇത് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കട്ടെ കടികളെ. അപ്പൊ അങ്ങനെ വായോന്നേ. നന്നായി പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിക്കാട്ടോ. നമുക്കിതിലേക്ക് 2 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 തവി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാട്ടോ. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചീശ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബാറ്റർ കുറച്ച് ടൈറ്റ് ആണ്, അപ്പം നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ അതേ ഈ കൺസിസ്റ്റൻസിയിൽ വേണേ നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റ് ആയിട്ടും അല്ല. ഇനി നമുക്ക് ഈ ബാറ്റർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പൊ ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഒന്ന് നോക്കാമേ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെടുത്ത നേന്ത്രപ്പഴം ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഓരോ പഴം നോക്കി കൊടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് പഴവും ഫ്രൈ ചെയ്തെടുക്കാമേ. നമുക്കത് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടിലൻ പഴംപൊരിയാണ്. ഈ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഒരു കട്ടൻ ചായയുടെ കൂടിയോ ഒരു പാൽ ചായയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായും വീട്ടിലതൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ഒന്ന് ചെയ്യണേ.